അപ്പോൾ ഞാൻ പ്രോജക്റ്റ് ഹെയിൽ മേരി എന്ന് പറയുന്ന മൂവി കണ്ടിരുന്നു. ഒരുപാട് നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഈ മൂവി കാണാൻ. കാരണം ഇത് US-ലൊക്കെ നേരത്തെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇന്നായിരുന്നു റിലീസ്. ഈ മൂവി അവിടെ റിലീസായപ്പോൾ തന്നെ ഒരുപാട് നല്ല റിപ്പോർട്ട്സ് ഈ മൂവി പറ്റി വരുന്നുണ്ട്. നല്ല റിവ്യൂസ് ഒക്കെ ഈ മൂവി പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈഗർലി എക്സൈറ്റഡ് ആയിരുന്നു ടു വാച്ച് ദിസ് മൂവി. ഈ മൂവിയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഐ എവർ ഹാഡ് ഇൻ റീസെന്റ് ടൈംസ്. കുറെ നാളായി ഇങ്ങനെ ഒരു മൂവി തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒട്ടുമിക്ക പടവും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. റീസെന്റ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വൺ ഓഫ് ദി പീക്ക് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂവി. ദിസ് മൂവി വാസ് ആൻ ഇമോഷണൽ റോളർ കോസ്റ്റർ ടു മീ. ആൻഡ് ഈ മൂവിയുടെ പ്രൊമൈസ് ഒക്കെ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഓർഡിനറി ടീച്ചേഴ്സ് സെൻഡ് ടു സ്പേസ് ടു സേവർ. അതാണ് ഈ മൂവിയുടെ പ്രൊമൈസ്. ഈ ഒരു പ്രൊമൈസിൽ ഇഷ്ടം പോലെ മൂവീസ് വന്നിട്ടുണ്ട്. ഈ മൂവി എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ മൂവിയിലെ ഇമോഷണൽ കോർ ബിൽഡ് അറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് വഴിയാണ്. എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇത് വലിയൊരു സ്പോയിലറായി പോകും ചിലപ്പോൾ. അതാണ് ഈ മൂവിയുടെ ഒരു ഇമോഷണൽ കോർ. ആ ഇമോഷണൽ കോറുമായിട്ട് ഞാൻ നല്ല രീതിക്ക് കണക്ട് ആയി. അതുകൊണ്ട് ഈ മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ടു വാച്ച് ദിസ് മൂവി, നല്ലൊരു തിയേറ്ററിൽ തന്നെ ഈ മൂവി പോയി കാണാൻ ശ്രമിക്കുക. OTT-ലൊന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ മൂവി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് വീട്ടിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രോബബ്ലി ഇത് ഒന്നുകൂടി പോയി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു.